ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ചവർക്ക് എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും 1000 നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേഴ്സായിട്ട് UAE വരാൻ ഇരിക്കുന്നവരോ വന്നവരോ അല്ല ഇവിടെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എന്നോട് മെസ്സേജിലൂടെ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ അറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സബ്സ്ക്രൈബറുടെ ഓൾറെഡി ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടതായിരുന്നു. പക്ഷേ എന്താ പറയുക, സബ്സ്ക്രൈബർ ചോദിച്ചത് മാറി, വിച്ച് മീൻസ് എനിക്ക് മനസ്സിലായത് മാറിപ്പോയായിരുന്നു. അതായത് അവർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ UAE ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ വേറെ എഴുതിയപ്പോൾ ഞാൻ ബൈ മിസ്റ്റേക്ക് എന്ത് ചെയ്തു, വേറെ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിവേ അതൊരു ഇൻഫർമേഷൻ വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിനുള്ള ആൻസറാണ് ഇത്. നാട്ടിൽ 1 year ഉണ്ടെങ്കിൽ UAE ജോലി കിട്ടുമെന്ന് ഒരിക്കലും കിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നാട്ടിൽ 1 year ഉള്ളെങ്കിലും എക്സാമോ അല്ലെങ്കിൽ DOH MOH അങ്ങനത്തെ പ്രോമെട്രി എക്സാം എഴുതാൻ എലിജിബിൾ അല്ല. പിന്നെ എലിജിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ലൈസൻസ് കിട്ടത്തില്ല. അപ്പൊ വിത്തൗട്ട് ലൈസൻസിൽ എന്താക്കും, ചാൻസ് കുറവാണ്, വളരെ കുറവാണ് ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പൊ എത്രത്തോളം ജോബ് ഇതുണ്ട് എന്നുള്ളത്. പിന്നെ അഥവാ കിട്ടിയാലും ഹോം കെയർ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. നാട്ടിൽ 1 year ഉണ്ടെങ്കിൽ പറ്റില്ല. മിനിമം 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് DHA അല്ലെങ്കിൽ DOH MOH എന്ന് പറഞ്ഞ പ്രോമെട്രിക് എക്സാം എഴുതാൻ പറ്റുള്ളൂ, ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എല്ലാം എന്ത് ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെല്ലാം ചെയ്ത് എക്സാം ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഇവിടെ ജോലി അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് വളരെയേറെ കുറവാണ്. നമുക്കത് ANM എന്ന കാറ്റഗറിയിലൊക്കെ പോയി വിത്തൗട്ട് ലൈസൻസിൽ ഇല്ലാത്തത് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പോയിട്ടുള്ള ഹോം കെയറിലുള്ള ജോലികളൊക്കെ കിട്ടുള്ളൂ. അതും റയറാണ്. ഇപ്പോൾ അധികം അങ്ങനത്തെ ഒന്നും ഇപ്പോൾ അധികമായിട്ട് വരുന്നില്ല, വളരെ റയറാണ്. അത് നമ്മൾ കുറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെ പോയിട്ട് വേണം എന്താക്കാൻ. അങ്ങനത്തെ ജോലിയിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് മാത്രമായിട്ട് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 1 year ഉള്ളെങ്കിൽ ഒരു 1 year കൂടി കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, DH എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക, ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ ഫിനിഷ് ആക്കുക. സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റേഷൻ, അവിടുത്തെ അറ്റസ്റ്റേഷൻ ഇവിടുത്തെ അറ്റസ്റ്റേഷൻ എല്ലാം ചെയ്യുക. അതൊക്കെ ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തു തരുന്നുണ്ട്. എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെൽ പ്രിപ്പയർ ആയിട്ട് 2 year ഒരു നല്ല സ്ഥലത്ത് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റിലേറ്റഡ് എക്സാം, നഴ്സിംഗ് എക്സ്പീരിയൻസ് ഇതെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് വീഡിയോസുകൾ പോയി കാണാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ സോറി, ഞാൻ ബൈ മിസ്റ്റേക്ക് മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. അതിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എവിടുത്തെ എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതും ഒരു ഇൻഫർമേഷൻ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനിയും മെസ്സേജ് അയക്കണം, ഞാൻ റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.